ഹലോ ഗൈസ്, എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റ്, ഇവിടെ സൈക്ലോനൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നല്ല മഴയും, മോനെ പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. ഇന്ന് മോനെയും ബാക്കിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഡാഡിയൊക്കെ അവധിയാണ്. ചേട്ടൻ ഇനി 1-ാം തീയതി വരുള്ളൂ. ചേച്ചിക്ക് എയർപോർട്ട് അവധിയായതിൻ്റെ ചേച്ചിയും ഇനി നാളത്തെ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ചൊവ്വാഴ്ച വരത്തുള്ളൂ അവൾ. എയർപോർട്ടൊക്കെ ഇന്ന് അവധിയാണ് കേട്ടോ, പൂട്ടിയിട്ടേക്കാണ്. അപ്പം മോൻ ഇവിടെ ഇരുന്നോട്ടെ, മമ്മി പൊന്നിൻ്റെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് തരാം. ഡാഡിയുടെ അടുത്ത് ഇരുന്നോട്ടെ. നമുക്ക് മഴ കുറയുമ്പോൾ പുറത്തേക്ക് പോവാം. മഴ കുറയുമ്പോൾ അച്ഛൻ കൊണ്ടുപോകും. ഇപ്പോഴൊക്കെ പോയാൽ ആൾക്കാർ വഴക്ക് കുറയും, ഈ കാറ്റത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇവിടെ കടകളൊക്കെ അവധിയാണ് കേട്ടോ. മരങ്ങളൊക്കെ വന്ന് വീഴുമ്പോൾ കാറ്റ് പിന്നെയും കൂടിക്കഴിഞ്ഞാൽ ഇച്ചിരി മൂത്രം ഒഴിക്കും, പിന്നെ കയറും. ഇച്ചിരി മൂത്രം ഒഴിക്കും, കയറും. മഴ വന്നപ്പോൾ അവന് വെള്ളമായതുകൊണ്ട് എന്തൊരു ഇറിറ്റേഷൻ പോലെ. അപ്പം മമ്മി അവിടെ കിടന്നോട്ടെ, പൊന്നു അവിടെ കിടന്നു അച്ഛൻ്റെ അടുത്ത് കിടന്ന മമ്മ വരണം, ഭക്ഷണമൊക്കെ വെച്ചിട്ട് വരാം കേട്ടോ. അവിടെ കിടന്നോ, നല്ല കുട്ടിയല്ലേ. മഴ കുറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം കേട്ടോ പൊന്നു. മഴ കുറയുമ്പോൾ പോകുമ്പോൾ അമ്മയുടെ പൊന്നല്ലേടി. ശരി, ശരി. ഞാനത് പറഞ്ഞുകൊണ്ടാണ് ഗൈസ് എൻ്റെ അടുത്ത് വന്ന്. മഴ കുറയുമ്പോൾ ഡാഡി പുറത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. ഇപ്പോൾ ഭയങ്കര കാറ്റും മഴ, ആൾക്കാർ വഴക്ക് കുറയും പുറത്തേക്ക് പോയാൽ കേട്ടോ. ഇന്നലെ എവിടെയൊക്കെ മരങ്ങൾ വീണെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. ഇന്നും ഇവിടെ ഉണ്ടാവും കൊടുങ്കാറ്റുമൊക്കെ. പുറത്തേക്ക് പോകാത്തതുകൊണ്ട് വിഷമമാണ്. എന്നും ഒരു 5 മണിയാകുമ്പോൾ അവൻ്റെ ഡാഡി കൊണ്ടുപോകും കേട്ടോ. റോഡിലൊക്കെ, മെയിൻ റോഡിലൊക്കെ കൊണ്ടുപോയി ഒന്ന് മോർണിംഗ് വാക്കൊക്കെ ചെയ്ത് അപ്പിയൊക്കെ എടുപ്പിച്ച് ഒക്കെ വരും. ഇന്നവന് മഴയൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഇവിടെ അലവൻസൊക്കെ ചെയ്തുകൊണ്ട് പോയി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ വഴക്ക് പറയും. ഇരുന്ന മമ്മി വരാം. അപ്പോൾ ഗൈസ്, അവന് ചോറൊക്കെ കൊടുത്ത് വന്നിരിക്കുന്ന. ഇതുവരെ ലൈനൊന്നും പോയിട്ടില്ല കേട്ടോ, ഭാഗ്യമാണ്. ഞങ്ങൾ രാത്രി ടോർച്ചൊക്കെ എടുത്തു വെച്ചിട്ടായിരുന്നു. കാരണം ഇനി ലൈൻ പോകണമെങ്കിൽ ക്യാൻഡിലൊക്കെ എടുത്തു വെച്ചിട്ടായിരുന്നു. പക്ഷെ ലൈനൊന്നും പോയിട്ടില്ല. എന്തൊക്കെയായി കാണിക്കുന്നത്. ഈ ടോർച്ചിൻ്റെ ലൈറ്റ് കണ്ടിട്ടാണ് ഗൈസ് ചാടുന്നു. കണ്ടോ, ചാട്ടവും നോട്ടവും എത്തി നോട്ടം ഇവന് ഇച്ചിരി കൂടുതലാണ്. ഒന്നാമത്തെ ഇവൻ നല്ല നീളമുള്ളതല്ലേ, ഇത് കണ്ടോ, നീളമുള്ളത് കണ്ടോ. ഇവന് നല്ലവണ്ണം മുകളിൽ ചെന്നാൽ അടുക്കളയിലൊക്കെ നോക്കും. അടുക്കളയിൽ നോക്കുന്ന, രാവിലെ വന്ന് അടുക്കളയിൽ നോക്കും അവൻ്റെ ഇറച്ചിയൊക്കെ വച്ചോ, ഇന്നത്തെ എന്താണ് എന്നുള്ളതൊക്കെ കേട്ടോ. വെറുതെ ഇവനെ ഇങ്ങനെ കളിപ്പിക്കാൻ. വെറുതെ കളിപ്പിക്കുന്ന കേട്ടോ. കുറച്ച് കളിയാകാമെന്ന് വിചാരിച്ചു. പുറത്തോട്ടൊന്നും പോകാനൊന്നും പോകുന്നുമില്ല. എന്താ പൊന്നു അത്? എന്താ പൊന്നു? പൊന്നു എന്താണത്? പൊന്നുച്ചു, അവിടെ പൊന്നു എന്താ അത്? പൊന്നു എന്താ അത്? എന്താ അത്? ഇങ്ങനത്തെ കളികളൊക്കെ ഇച്ചിരി കൂടുതലാണ് കേട്ടോ. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ ഗൈസ്. മഴയ്ക്കൊരു കുറവുമില്ല. ഇത് കാണിച്ചു തരാം. മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു കണ്ടോ. നല്ലവണ്ണം പെയ്യുന്നുണ്ട്. കുറച്ച് കാറ്റുകൊണ്ട്. ഇന്നലെ രാത്രി നല്ല കാറ്റായിരുന്നു, ചുഴലിക്കാറ്റും. ഇന്നും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ തന്നെ പോവാം ഈ മഴയിൽ. ആര്യവേപ്പിലേക്ക് ഒടിഞ്ഞ് വീഴുന്നു വിചാരിച്ചു കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ പോയി. പക്ഷേ ഞങ്ങളുടെ ആര്യവേപ്പിലൊന്നും ഒടിഞ്ഞ് വീണിട്ടില്ല. വീണെങ്കിൽ
എല്ലാം കഥമായേനെ. കാരണം ആ ലൈൻ, ആ റോഡിലെ ലൈനൊക്കെയാണ്. അതിൻ്റെ പുറത്തൂടെ വീണെങ്കിൽ ഇപ്പോൾ ലൈനും പോവും, എല്ലാം പോവില്ല. പക്ഷെ എൻ്റെ ഭാഗ്യം കൊമ്പുകൾ മാത്രമേ, ചെറിയ ചെറിയ ചില്ലകളായിട്ട് കൊമ്പുകൾ മാത്രമേ, അത് നമുക്ക് അടിച്ചു വാരി കളയാമെന്നുള്ളതേ. ആ ഒരു കിളി അതിൻ്റെ അകത്ത് നനഞ്ഞ് കുതിർന്നിരിക്കുന്നത് കണ്ടാവും. ഒരു കിളി ഇങ്ങനെ വന്ന് നനഞ്ഞ് കുതിർന്ന് അവിടെ ഇരിക്കുന്നു. മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട്. എൻ്റെ മോനിങ്ങനെ മഴയൊക്കെ ആസ്വദിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക കേട്ടോ മഴയൊക്കെ. എന്തോ ഒന്നിൻ്റെ പുറകെ ഓടുന്നുണ്ട്. ഓ, ആ ബാഗ് ഇട്ടേക്കുന്നതേ ചാവിയൊക്കെ ആരെങ്കിലും വന്നാൽ ഈ ബാഗിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഗൈസ്. അതാണ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കണ്ടോ കയറ് കെട്ടിയെടുക്കണം. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇട്ട് കൊടുക്കും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പാലോ പൂവോ ഒക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെക്കും. അതിന് വേണ്ടി അത് നനയാതിരിക്കാൻ അകത്തേക്ക് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയൊക്കെയുള്ള വീഡിയോ കേട്ടോ. നല്ല മഴയും കാറ്റൊക്കെയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാലും എന്നും വീഡിയോ ഇടണമല്ലോ, അതിനു വേണ്ടി കേട്ടോ. എല്ലാവരും കാത്തിരിക്കുമല്ലോ മോനെ കാണാൻ. അപ്പോൾ ഇന്ന് ഡാഡി ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷവും ആക്റ്റീവൊക്കെയാണ്. അവൻ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വേണം, അതാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കൊടുത്തു. പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എന്നാലും രാവിലെ അപ്പിയൊക്കെ ഇട്ട് പോകാൻ എല്ലാ കാര്യങ്ങളുമായി. അങ്ങനെ ഇങ്ങനെ മോൻ കളിച്ച് കിടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. സപ്പോർട്ടും കമൻസും ഒക്കെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ ബലം. അപ്പോൾ പിന്നെയും നമുക്ക് വീഡിയോ ഇടാൻ തോന്നുന്നു. മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പിന്നെയും ഇടാൻ തോന്നുന്നു. അപ്പോൾ മോൻ ഇതൊക്കെ കേട്ടുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ മഴയൊക്കെ കുറഞ്ഞോളൂന്ന് പറയുന്നുണ്ട് ന്യൂസിലൊക്കെ. അധികം കേടുപാടുകളൊന്നും വരാതെ, ആർക്കും ഒരു അപകടം വരാതെ ഈ സൈക്ലോണൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാളെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ആദ്യം മോൻ കിടക്കാൻ പോകുന്നു. ഉറങ്ങാൻ നേരത്ത് എന്നെ വന്ന് വിളിക്കണമായിരുന്നു കേട്ടോ. ഞാൻ പാത്രം കഴുകണമായിരുന്നു. എൻ്റെ പിറകെ നൈറ്റിയിൽ വന്ന് വിളിക്കുന്നതായിരുന്നു. അതൊന്ന് അവന് ഉറങ്ങണം. അപ്പോൾ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ കിടത്തണം. നമ്മൾ കുറച്ച് നേരം അടുത്തിരിക്കണം, എന്നിരുന്നാലേ അവന് കിടക്കുള്ളൂ. അപ്പോൾ അത് കൊണ്ടുവന്ന് ഞാൻ ഫാനൊക്കെ ഇട്ടു. എൻ്റെ നൈറ്റിയൊക്കെ ആകെ നനഞ്ഞ് കുതിർന്നൊക്കെ ഇരിക്കണം കേട്ടോ. പാത്രമൊക്കെ കഴുകി എന്നിട്ട് ഇവിടെ വന്ന് കിടക്കുന്നു. അപ്പോൾ ഇനി ഉറങ്ങിക്കൊള്ളും മോൻ. എൻ്റെ അടിയും ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നേരുന്നു. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.